എം ലേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. ഇപ്പോൾ +1 കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. Laws of chemical combinations. Laws of chemical combinations ആണ് പറയുന്നത്. The combination of elements to form compounds is governed by, അതായത് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ കുറച്ച് കെമിക്കൽ ലോസ് ഒബേ ചെയ്യണം. ഈസ് ഗവേൺഡ് ബൈ ദി ഫോളോയിങ് 5 ബേസിക് ലോസ്. അതായത് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഈ 5 ബേസിക് ലോസ് ഒബേ ചെയ്തിട്ടായിരിക്കും അവ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ലാവോസിയർ, ആന്റോൻ ലാവോസിയർ എന്ന സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തതാണ്. അതായത് ആന്റോണി ലാവോസിയർ എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇതിന് പറയുന്ന പോലെ തന്നെ കൺസർവേഷൻ ഓഫ് മാസ്, മാസ് കൺസേർവ്ഡ് ആണ്. അതായത് മാസ് നശിപ്പിക്കപ്പെടുന്നൊന്നുമില്ല, പുതുതായിട്ട് ചേർക്കാനും പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ഇനി നമുക്ക് മനസ്സിലാക്കും. കൺസർവേഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുക എന്നുള്ളത്, അതായത് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള അർത്ഥം. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്? മാറ്റർ ക്യാൻ neither be created nor destroyed. Matter can neither be created nor destroyed. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. മാറ്റർ എന്ത് പറ്റില്ല? ക്രിയേറ്റ് ചെയ്യാനോ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് ഇത് ജോസഫ് പ്രോസ്റ്റ് എന്ന സയൻറ്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തതാണ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് exactly the same proportion of mass, proportion of elements, exactly same proportion of elements by weight. എന്നാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ്. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. അതായത് ഒരു കോമ്പൗണ്ട് എവിടുന്ന് എടുത്താലും ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിലെ എലമെന്റ്സിൻ്റെ വെയിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അതിലെ എലമെന്റ്സിൻ്റെ വെയിറ്റിൻ്റെ പ്രൊപ്പോർഷൻ, റേഷ്യോ എന്നൊക്കെ പറയുന്നത്, എലമെന്റ്സിൻ്റെ വെയിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു ഗിവൺ കോമ്പൗണ്ടിൻ്റെ കേസിൽ എപ്പോഴും സെയിം ആയിരിക്കും. ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിലുള്ള എലമെന്റ്സിൻ്റെ വെയിറ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്,
ഒരു ഗിവൺ കോമ്പൗണ്ട് നമ്മൾ എടുത്താൽ അതിലുള്ള എലമെൻസിൻ്റെ വെയ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്താൽ അത് എവിടുന്ന് ആ കോമ്പൗണ്ട് എടുത്താലും അതിലുള്ള എലമെൻസിൻ്റെ വെയ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഒരു സെയിം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സെയിം പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലോ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതുപോലെ ഇതൊരു എലമെന്റ്സിന്റെ കോമ്പോസിഷനായിട്ട് റിലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇത് എന്ത് ലോ ആയിട്ടും അറിയപ്പെടും? ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നും അറിയപ്പെടും. ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നും ഈ ലോ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് പറയാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് ലോ, if two elements can combine to form more than one compound, the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. If two elements can combine to form more than one compound, the masses of one element that combine with a fixed mass of the other element, are in the ratio of small whole numbers. Small whole numbers. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ നോക്കാം. ഇഫ് ടു എലമെന്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, അതായത് രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഒരു മോർ ദാൻ വൺ കോമ്പൗണ്ട് ഒന്നിനേക്കാൾ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദ മാസസ് ഓഫ് വൺ എലമെന്റ്, അതിൽ ഒരു എലമെന്റ് എടുക്കുക, അതിന്റെ മാസസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്. അതായത് ഒരു എലമെന്റിന്റെ മാസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ എലമെന്റ് ഒരു ഫിക്സ്ഡ് മാസാണ് ആ കോമ്പൗണ്ട്സിലൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആർ ഇൻ ദ ഫോം ഓഫ് സ്മോൾ the masses of one element that combine with a fixed mass of other element are in the ratio of small whole numbers. അപ്പോൾ ഒരു ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന വേറൊരു എലമെന്റ് അതിൻ്റെ മാസസ് എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ മാസസിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ, അതായത് ഫിക്സ്ഡ് മാസ് ഉള്ള ഒരു എലമെന്റിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ ഫിക്സ്ഡ് മാസുള്ള, അതായത് ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ് ചെയ്യുക, ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്, അതിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റ് എലമെന്റിന്റെ മാസസ് എടുക്കുക, അതിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന വേറെയുള്ള ഒരു എലമെന്റിന്റെ മാസസിന്റെ റേഷ്യോ എടുത്താൽ, അതിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന വേറെയുള്ള ഒരു എലമെന്റിന്റെ മാസസിന്റെ റേഷ്യോ എടുത്താൽ ആ റേഷ്യോ എന്തായിരിക്കും? സ്മോൾ വോൾ നമ്പേഴ്സ് ആയിരിക്കും. ആ റേഷ്യോ സ്മോൾ വോൾ നമ്പേഴ്സ് ആയിരിക്കും. അതായത് റേഷ്യോസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും: 2:3, 1:1,
1:4 അങ്ങനത്തെ ഓരോ റേഷ്യോയിൽ അതാണ് സ്മോൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്മോൾ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2:3 1:4 അങ്ങനെയുള്ള ഓരോ റേഷ്യോസിനെയാണ് വോൾ നമ്പേഴ്സ് സ്മോൾ വോൾ നമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റിനായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് മാസസ് ഉള്ള മറ്റൊരു എലമെന്റിന്റെ, അതായത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്. അപ്പോൾ മറ്റേ എലമെന്റിന്റെ മാസസ് ഡിഫറെൻറ്റ് മാസസ് ആണ്. അപ്പോൾ അതിന്റെ ആ ഡിഫറെൻറ്റ് മാസസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ ആ റേഷ്യോ എന്താണ്? സ്മോൾ വോൾ നമ്പേഴ്സ് ആണ്. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. Gay-Lussac's law of gaseous volumes. Gay-Lussac's law of gaseous volume. Gay-Lussac's law of gaseous volume എന്താ പറയാം? When gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at the same temperature and pressure. അതായത് when gases combine or are produced in a chemical reaction, they do so in a simple ratio by volume. Provided all gases are at same temperature and pressure. അപ്പോൾ ഇതാണ് Gay-Lussac's law of gaseous volume എന്ന് പറയുന്നത്. when gases combine, അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുമ്പോൾ, ഇത് ഗ്യാസിന് വേണ്ടിയുള്ള ലോസ് ആണ്, ഗ്യാസസിന് വേണ്ടിയുള്ള ലോസ് ആണ്. അപ്പോൾ when ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ to form, when gases combine അല്ലെങ്കിൽ produced in a chemical reaction, ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ they do so in a simple ratio by volume. അവ എങ്ങനെ ഉണ്ടാവുള്ളൂ? വോളിയത്തിന്റെ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ സിമ്പിൾ റേഷ്യോസിലെ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരു സെയിം ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ ഗ്യാസസ് കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷൻസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവയുടെ വോളിയത്തിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അവയുടെ വോളിയംസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നുള്ളതിൽ ഒരു എക്സാമ്പിൾ പറയാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഏതിൻ്റെ? കുപ്രിക് കാർബണേറ്റിൻ്റെ സാമ്പിൾസ് എടുത്തു. ഏതൊക്കെ? നാച്ചുറൽ സാമ്പിൾ എടുത്തു, അതുപോലെ സിന്തറ്റിക് സാമ്പിളും എടുത്തു. കുപ്രിക് കാർബണേറ്റിൻ്റെ നാച്ചുറൽ സാമ്പിളും സിന്തറ്റിക് സാമ്പിളും. അപ്പോൾ രണ്ടിലും പെർസെൻറ്റേജ് ഓഫ് കോപ്പർ നോക്കിയപ്പോഴും പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ, പെർസെൻറ്റേജ് ഓഫ് കാർബൺ, ഈ 3 എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് എന്തായിരുന്നു? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്തായിരുന്നു? സെയിം ആയിരുന്നു. വെയ്റ്റുകളുടെ പെർസെൻറ്റേജ് ആണ് എടുത്തത്. വെയ്റ്റുകളുടെ പെർസെൻറ്റേജ് അത് രണ്ട് സാമ്പിളിലും, നാച്ചുറൽ സാമ്പിളിലും സിന്തറ്റിക് സാമ്പിളിലും എന്തായിരുന്നു? സെയിം കോമ്പോസിഷൻ ആണ്. അതായത് സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്,
സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. അതായത് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ് എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്തതാണ്. ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നതാണ്. ജോസഫ് പ്രോസ്റ്റ് എന്ന സയൻറ്റിസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നതാണ്. ഏതിൻ്റെ? കുപ്രി കാർബണേറ്റിൻ്റെ നാച്ചുറൽ സാമ്പിളും സിന്തറ്റിക് സാമ്പിളും എടുത്തപ്പോൾ അതിൽ എലമെൻസിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ് എന്താണ്? സെയിം ആണ്, എക്സാക്ട്ലി സെയിം, രണ്ടിനും സെയിം ആണ്. നാച്ചുറൽ സാമ്പിളിനും സിന്തറ്റിക് സാമ്പിളിനും സെയിം ആണ്. ഇനി അടുത്ത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ ഒരു എക്സാമ്പിൾ പറയാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനും ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷനും ഉണ്ട്. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനും ഉണ്ട്. ഇവിടെ 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്താണ് 18 ഗ്രാം വാട്ടർ ഉണ്ടാകുന്നത്. ഇവിടെ 2 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്താണ് 34 ഗ്രാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് ഫിക്സ് ആയിട്ട് വെച്ചാൽ, ഹൈഡ്രജൻ്റെ മാസ് 2 ഗ്രാം ഫിക്സ് ആയിട്ട് വെച്ചാൽ ഇവിടെ ഓക്സിജൻ്റെ മാസസിൻ്റെ റേഷ്യോ എന്താണ്? 16:32. 16:32 എന്ത് ലഭിക്കും? 1:2. 16:32 1:2. അതായത് സിമ്പിൾ റേഷ്യോ ലഭിക്കുന്നത്. ഇവിടെ ഫിക്സ്ഡ് മാസ് എന്ന് പറയുന്നത് ഇവിടെ ഹൈഡ്രജൻ ആണ്. ഈ എക്സാമ്പിളിൽ ഹൈഡ്രജൻ ആണ് ഫിക്സ്ഡ് മാസ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ, അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്യുന്ന ഓക്സിജൻ്റെ മാസസിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ 16:32 1:2 ആണ് ലഭിക്കുന്നത്. സ്മോൾ വോൾ നമ്പേഴ്സ് റേഷ്യോ എന്താണ്? സ്മോൾ വോൾ നമ്പേഴ്സ് എന്ന് ലഭിച്ചു. ഇനി അടുത്ത് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയത്തിന് ഒരു എക്സാമ്പിൾ പറയാം. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാസസ് വോളിയത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇതിൽ 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനും കമ്പൈൻ ചെയ്ത് 100 ml വാട്ടർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ വിച്ച് കമ്പൈൻ ടുഗദർ, ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വോളിയംസിൻ്റെ റേഷ്യോ 100:50. 100:50 എന്ന് ലഭിക്കും. അതായത് 2:1. ബിയർ എ സിമ്പിൾ റേഷ്യോ. വോളിയംസ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും എടുത്ത് നോക്കുമ്പോൾ 100:50 2:1, അതായത് സിമ്പിൾ റേഷ്യോ ലഭിക്കുന്നുണ്ട്. അതാണ് എന്തായിരുന്നു ലോ? എന്തായിരുന്നു? When gases combine or are produced in a chemical reaction, they do so in a simple ratio by volume, provided all gases are at same temperature and pressure. അപ്പോൾ when gases combine or are produced in a chemical reaction, ഗ്യാസസ് കമ്പൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം. അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവയുടെ വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ വാട്ടർ തരുന്ന റിയാക്ഷനിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വോളിയംസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 100:50 എന്ന് പറയുന്നത് 2:1 എന്ന് ലഭിക്കും. 2:1. അവഗാഡ്രോ ലോ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. Equal volumes of gases at the same temperature and pressure should contain equal number of molecules. Equal volume of gases at the same temperature and pressure should contain equal number of moles. Should contain equal number of molecules. Equal number of molecules. ഇതാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Equal volume of gases
അതായത് ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് ആകാം. അതാണ് ഈക്വൽ എന്തായിരിക്കണം, അതിനൊക്കെ വോളിയം സെയിം ആയിരിക്കണം. അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആവണം. അപ്പോൾ കുറച്ച് ഗ്യാസസ് അതിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ സെയിം ആണ്, അതുപോലെ വോളിയം സെയിം ആണെങ്കിൽ എന്തായിരിക്കും, ഷുഡ് കണ്ടെയ്ൻ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് വോളിയം ടെമ്പറേച്ചർ പ്രഷർ ഇതൊക്കെ സെയിം ആയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. PV ഈക്വൽ ടു, അതായത് ഇത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. PV ഈക്വൽ ടു nRT. ഇവിടെ P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് അവഗാഡ്രോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രഷർ, വോളിയം, ഈ R കോൺസ്റ്റൻ്റ് ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അതിൽ ഒരു ഗ്യാസിന് പിയും വിയും ടെമ്പറേച്ചറും സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് പിയും ടിയും കോൺസ്റ്റൻ്റ് ആയി. ഇനി അത് ഈക്വൽ വോളിയം കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ വോളിയം സെയിം ആക്കി. വോളിയം സെയിം ആയാൽ അപ്പോൾ N എന്ന് പറയുന്നത് PV/RT. N ഈക്വൽ ടു PV/RT. P സെയിം ആണ്, V സെയിം ആണ്, T സെയിം ആണ്, R കോൺസ്റ്റന്റും ആണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ PV/RT എന്താവും, സെയിം ആകും. വേറെ ഗ്യാസിനും എടുക്കുമ്പോൾ ഇതേ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് സെയിം ആകുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആകും. അപ്പോൾ ഈ ഇക്വേഷൻ ഇത് ഓർത്ത് വെക്കാൻ ഈക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അതായത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഈ കാര്യം. PV ഈക്വൽ ടു nRT, അതിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഒരു ലോ ആണിത്, അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് അവഗാഡ്രോ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഡാൽട്ടൺസ് അറ്റോമിക് തിയറി തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.